ഇപ്പോൾ നല്ല മഴയൊക്കെയുള്ള സമയമല്ലേ. അപ്പോൾ മഞ്ഞളൊക്കെ നടേണ്ട സമയമാണ്. ജൂൺ മാസത്തിൽ മഞ്ഞൾ നടേണ്ട സമയമാണ്. അപ്പോൾ എൻ്റെ മഞ്ഞളാണെങ്കിൽ ഞാൻ നടാൻ വേണ്ടി വെച്ചിട്ട് അതൊക്കെ അവിടെ ഇരുന്ന് മുളച്ചു. നട്ടിട്ടില്ല. എനിക്കാണെങ്കിലോ സ്ഥലമില്ല. കുറച്ച് കവറുകളുണ്ട്, വേറെ ഒന്നും ഇല്ല. അതിൽ മണ്ണൊക്കെ കുറവാണ്. മണ്ണില്ല, കുറച്ച് സ്ഥലമേ ഉള്ളൂ ഞങ്ങൾക്ക് വീട്ടിൽ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ റോഡുണ്ടല്ലോ, ആ റോഡിൻ്റെ സൈഡ്, നമ്മുടെ ഫ്രണ്ട് ഭാഗം തന്നെ റോട്ടിലാണ് കേട്ടോ അത്. അപ്പോൾ സൈഡിൽ ഇങ്ങനെ വെറുതെ കാട് പിടിച്ചിരിക്കുക, നിറയെ പുല്ല് മുളച്ചിരിക്കുക. അപ്പം ഞാൻ ഈ പുല്ലൊക്കെ സാധാരണ പറിച്ചിട്ട് അതെല്ലാം ഈ കവറിൽ ഇങ്ങനെ നിറച്ച് അവിടെ ഇട്ടിട്ട് കവറിൽ നിറയ്ക്കും. എന്നിട്ട് അതിങ്ങനെ കെട്ടി വയ്ക്കും. അപ്പോൾ അതൊക്കെ അമങ്ങി അതിൻ്റെ ഉള്ളിലിരുന്ന് അത് കുറച്ച് കഴിഞ്ഞാൽ താന്ന് വെള്ളം ആക്കില്ല. അപ്പോൾ മഴ പെയ്യണോണ്ട് അതിൽ വെള്ളം കെട്ടി നിർത്തില്ല, അങ്ങനെ നിർത്തും. അപ്പം അങ്ങനെയുള്ള കവറുകളാണ് അതിൽ ഈ കാണുന്നതെല്ലാം, അങ്ങനത്തെ കവറുകളാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതിലൊന്ന് മഞ്ഞൾ നട്ടാലോ എന്ന് വിചാരിച്ചു. എന്നിട്ട് കണ്ട എൻ്റെ മഞ്ഞളൊക്കെ ഇരുന്ന് മുളച്ചു. ഇതെല്ലാം അതെടുത്ത് ആ പുല്ലൊക്കെ ഒന്ന് പറിച്ച് റെഡിയാക്കി ഇതിൽ ഓരോന്നിലും ഒരു 3 എണ്ണമൊക്കെ വീതം നട്ടു. പിന്നെയും കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. അപ്പം ഞാനതൊക്കെ എന്ത് ചെയ്തു, റോട്ടിൽ തന്നെ കുഴിച്ചിട്ടു. ഇനി അവിടെയും കുഴിച്ചിട്ട് ഉണ്ടാവുമെന്ന് നോക്കാമല്ലോ. അപ്പോൾ അതിൽ കവറിൽ നട്ടാൽ നന്നായിട്ടുണ്ടാവും കേട്ടോ, അതെനിക്കറിയാം, ഞാൻ സാധാരണ ചെയ്യാറുണ്ട്. വേണ്ട, ഇനി എനിക്കിത് വലുതാവുന്നതിനനുസരിച്ച് കുറച്ച് ശേഷം മണ്ണിട്ട് കൊടുക്കണം. അതിലൊരു ഇഞ്ചിക്കടയുണ്ട്. ഈ കവറിൽ ഞാൻ നട്ടിട്ടില്ല കേട്ടോ. ഈ കവറും അതുപോലെ അവിടെ 2 എണ്ണം ഇവിടുത്തെ പുല്ല് പറിച്ചിട്ട് ഞാൻ കെട്ടി വെച്ചിരിക്കുന്നതാണ് കവറുകളാണ് 2 എണ്ണം അങ്ങനെ വെച്ചിരിക്കുന്നത്. ഇപ്പം മഞ്ഞൾ മുളച്ചത് ഇപ്പോൾ 2 ആഴ്ചയായി മഞ്ഞൾ നട്ടിട്ട്. മഞ്ഞൾ മുളച്ചതിൻ്റെ ഒപ്പം തന്നെ പുല്ലും വന്നു. ഇനി മഴയൊന്ന് തോരുമ്പോൾ ഇതൊക്കെ പുല്ലൊക്കെ ഒന്ന് വലിച്ച് കളയണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കേ.